ഹായ് ഓൾ, പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് പനിയും ജലദോഷവും ചുമയും അങ്ങനെ എല്ലാം ഒന്നിച്ചായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പനിയൊക്കെ പെട്ടെന്ന് മാറിയെങ്കിലും നമ്മുടെ സൗണ്ട് ചേഞ്ച് ആയതൊന്നും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തെങ്കിലും ഇതിന് ഓൺ വോയിസ് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അത്രയും ബോറായിട്ടുള്ളൊരു സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആവുകയോളം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ട്രേ പുഡിങ്ങാണ് സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. നമ്മളടുത്ത് ഇത് എൻ്റെ കസിനുള്ളതാണ് കേട്ടോ. നിഷുവിൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്, പുഡിങ് ഉണ്ടാക്കുന്ന ആളാണെന്നൊക്കെ എൻ്റെ കസിൻസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അവരെ സ്കൂളിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഓണപരിപാടിയോ ഇല്ലെങ്കിൽ ന്യൂ ഇയറോ ക്രിസ്മസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടീച്ചേഴ്സിനും അറിയാം വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ആളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഇത് ഓണത്തിന് ചെയ്ത ഒരു വെക്കേഷൻ്റെ മുന്നേ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഓണത്തിന് സ്കൂളിൽ ഓണസദ്യ എന്നെല്ലാവരും സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഭവങ്ങൾ കൊടുത്ത ടൈമിൽ നശുവിൻ്റെ സാറ് പറഞ്ഞു, ഇയാളെ താത്താൻ്റെ അടുത്ത് 2 പുഡിങ് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി, നീ വേറെ വിഭവം ഒന്നും കൊണ്ടുവരണ്ട, നമുക്ക് സംതിങ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേമ വിളിച്ചു പറഞ്ഞതാണ്, നീ എന്നാൽ ഒരു 2 ട്രേ പുഡിങ് ഉണ്ടാക്കിയതാ അവളെ സ്കൂളിൽ കൊണ്ടുപോകാനെന്നുള്ളത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് 2 ഡിഫറെൻറ്റ് ഫ്ലേവർ ആക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനാണ് കേട്ടോ അവളുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട എന്നുള്ളത്. കാരണം ക്ലാസ്സിൽ ടോട്ടലി ഒരു 42 കുട്ടികളുണ്ട്. പിന്നെ ടീച്ചേഴ്സും കൂടി ആകുമ്പോൾ അത്യാവശ്യം കുട്ടികളുണ്ട്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഫ്ലേവർ ആകുമ്പോൾ എല്ലാവർക്കും 2ഉം ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പം മിക്കവാറും ഈ ഒരു പുഡിങ് അവർക്ക് തികയുണ്ടാവില്ല. ഒരേ ഫ്ലേവർ ആകുമ്പോൾ ആ ഒരു വിഷയം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് അവളുടെ അടുത്ത് ഒന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബദാം പുഡിങ്ങാണ് ചെയ്യാൻ പോണത്, എസെൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ട്രേയും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് റെഡിയാക്കിയതിന് ശേഷം ഇത് നൈറ്റിലാണ് കേട്ടോ ചെയ്യണത്. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചാൽ രാവിലെ അവർ ഓട്ടോ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബദാം മിക്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണോ എന്നുള്ളത്. ഞാൻ എസെൻസ് ആഡ് ചെയ്യണതിൽ ഏറ്റവും എനിക്കിഷ്ടം ഈ ഒരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്ലേവർ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ബാക്കിയൊക്കെ പിസ്തയും അതുപോലെ സ്ട്രോബെറിയൊന്നും എനിക്കങ്ങനെ വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര എമൗണ്ടാണെന്ന് പറയണില്ല, നമ്മൾ നോക്കിയതിന് ശേഷം ആഡ് ചെയ്യണമെന്നുള്ളത് അത് നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. അത് ഓവറായിട്ട് ആ ഒരു ടേസ്റ്റ് വരണ്ട, നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക. ഞാൻ കറക്റ്റ് എത്ര ഡ്രോപ്പാണെന്ന് പറയണില്ല. അപ്പോൾ ഞാൻ പുഡിങ് തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ നമ്മളിതിപ്പോൾ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അല്ലുവിന് ഈ ഒരു പുഡിങ്ങൊക്കെ ആൾക്ക് എന്താണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോഴേക്കിന് ആൾക്ക് ക്ലാസ്സിൽ വേറെ ഒഴിച്ച് വെക്കേണ്ടി വരും. പിന്നെ അത് ഇങ്ങനെ സെറ്റ് ആവാനൊന്നും വേണ്ട, ആളൊരു പായസം കുടിക്കണ ലാഘവത്തോടെയാണ് കേട്ടോ അത് കഴിക്കുക. അപ്പോൾ ആളുടെ വിചാരം അതൊരു പായസം പോലെയാണെന്നാണ്. ഇത് സെറ്റായിട്ട് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും ആൾക്ക് അതിനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം ആൾ ഉറങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവനക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പുഡിങ്ങിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. അത് ഏത് ഫ്ലേവർ ആയാലും ഇതിപ്പോൾ ബദാം ആയതുകൊണ്ട് മാത്രം ബദാം ഇട്ടൊന്നുമല്ല, ഏത് ഫ്ലേവർ ചെയ്യുമ്പോഴും ഞാൻ മുകളിൽ ഗാർണിഷിങ്ങിന് ബദാം തന്നെയാണ് ഇടാറുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. കാരണം അവൾ സ്കൂളിൽ പോകുമ്പോഴേക്കിന് 8:30 ആകുമ്പോഴേക്കിന് അവൾ പോകും. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴേക്കിന് ഓട്ടോ വിടാമെന്ന് മേമ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഫ്രണ്ട്സും അവർ 2 പേരും കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി വന്നപ്പോഴേക്കിനും ഇവിടെ ഓട്ടോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവൾ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയിക്കോളും. ഇനി നമുക്ക് ഒരു കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഒരു 1/2 kg കേക്കാണ് കേട്ടോ, നോർമൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇത് നമുക്ക് അവരെ വീട്ടിൽ വെറുതെ കഴിക്കാനുള്ളതാണ്. അവളുടെ വിരുന്ന് വന്നപ്പോൾ എൻ്റെ അടുത്തൊരു 1/2 കിലോ കേക്ക് ചെയ്തോ, മോഡലൊന്നും വേണ്ട, വീട്ടിൽ വെറുതെ കഴിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷൻ ചെയ്യണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡറും കൂടി വന്നു. ഞാനത് ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ ടൈം ഉണ്ടല്ലോ എന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ആൾ പെട്ടെന്ന് കേക്ക് എടുക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെക്കറേഷൻ ചെയ്തിട്ടില്ല, ഞാൻ വീട്ടിൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട, അതിനൊന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാനല്ലേ, എന്തിനാ അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അതുകൊണ്ട് ഈ ഒരു കേക്കിന് എക്സ്ട്രാ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും പിന്നെ ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് പ്ലാനിലാണ് ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ അവർ വന്ന് എടുത്തപ്പോൾ പിന്നെ അവർ ഫോട്ടോസൊന്നും എടുക്കാനല്ലല്ലോ, വെറുതെ കഴിക്കാനല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പിന്നെ അങ്ങനെ കൊടുത്തു വിട്ടു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു കേക്കാണ് കേട്ടോ ഇത്. ഈ ഒരു കേക്ക്, ഈ ഒരു കസ്റ്റമർ നമ്മൾ പുതിയ കസ്റ്റമറാണ്. എനിക്ക് പുതുതായിട്ട് ഓർഡേഴ്സ് വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട് എവിടുന്ന നമ്പർ കിട്ടിയത്, എങ്ങനെയാണ് എന്നെ അറിയാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അവർ പറയും മിക്കവാറും ഇൻസ്റ്റഗ്രാം ത്രൂ വീഡിയോസ് കണ്ടിട്ടാണ് വരാറുണ്ട്. ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് വന്നു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മളെ നമ്പർ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഓർഡേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കേക്ക് ഏതെങ്കിലും ഫംഗ്ഷന് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടമായിട്ട് അവരെ വീട്ടിൽ നിന്ന് നമ്പർ മേടിച്ചതാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ഒരുപാട് എന്താ പറയുക, ചില ദിവസങ്ങളിൽ ഒട്ടും വയ്യെങ്കിലും കേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണം കേടൊക്കെ മാറിപ്പോകും കേട്ടോ. ഇതൊക്കെ എനിക്ക് വയ്യാത്ത ടൈമിൽ ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നേരത്തെ ഓർഡേഴ്സ് എടുത്തതൊക്കെ ഞാൻ ക്യാൻസലാക്കിയിട്ടില്ല, പുതുതായി വന്നതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കസ്റ്റമറുടെ അടുത്തും ചോദിച്ചപ്പോൾ അവരും അതുതന്നെ പറഞ്ഞ് നമ്മൾ കേക്ക് വേറെ എവിടെ ഒരു പരിപാടിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കേക്കാണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്, എവിടുന്നാന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് എന്താ പറയുക, വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മളടുത്ത് കസ്റ്റമർ ഒരു സ്പൈഡർമാൻ കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഫുള്ളി ബ്ലൂ കളർ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു വൈറ്റ് ബ്ലൂ കളറിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ സ്ക്രൈപ്പറിൽ ജെൽ കളർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രൈപ്പറായിട്ട് ഒന്ന് വലിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് കളർ ആഡ് ചെയ്യണ്ട കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് കളർ ഡിമ്മാവും. ഓവർനൈറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കിന് ഈ ഒരു ബ്ലൂ കളർ ഒന്നും കൂടി ഡിമ്മാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മോൻ്റെ നെയിമും കുറച്ച് സ്റ്റാറും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ള കേക്കാണ് കേട്ടോ. അവരങ്ങനെ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല, അവർക്കൊരു സ്പൈഡർമാൻ്റെ ഒരു പിക്ക് മുകളിൽ വെക്കണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് ലൈറ്റിൽ ഒരു ബ്ലൂ കളർ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസമായപ്പോക്കിന് ഈ ഒരു കേക്കിൻ്റെ കളർ ഞാൻ പറഞ്ഞല്ലോ ഡിമ്മായി എന്നുള്ളത്. ആദ്യത്തെ ആ ഒരു വീഡിയോയും ഇപ്പോഴത്തെ ഈ ഒരു ക്ലിപ്പും കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ഡിമ്മായെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഉള്ളിലേക്ക് ആ ഒരു വൈറ്റ് കളർ ആ ഒരു ബ്ലൂ കളറിനെ അബ്സോർബ് ചെയ്യണതാണ് കേട്ടോ. ഇനിയാണ് ടാസ്ക്. ഞാൻ ഈ സ്പൈഡർമാനെ കട്ട് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി. കാരണം ആ ഒരു സ്റ്റിക്ക് അങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബോറായിട്ട് നിൽക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് സ്പൈഡർമാൻ്റെ വേറൊരൊറ്റ പിക്കുമില്ല, ഇത് ലാസ്റ്റ് വേണമായിരുന്നു. പിന്നെ ഒരു ടോപ്പർ ഉണ്ടായിരുന്നു, കുറച്ച് വലുതാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞു അത് വേണ്ട, ഇതുപോലൊരു പ്രിൻ്റ് വെച്ചെന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുക എന്നുള്ളതൊരു ടെൻഷനായെങ്കിലും പിന്നെ നമ്മൾ ചിരിച്ചൊക്കെ വെച്ചപ്പോൾ ഏകദേശം അത് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ, കാരണം വേറൊരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആളുടെ നെയിം നമ്മൾ ഫോണ്ടനിൽ കട്ട് ചെയ്തല്ലോ, അപ്പോൾ അതും കൂടി ഞാൻ കേക്കിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റമർ നമ്മളടുത്ത് 4 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് അവർ വന്നതൊരു 7:30 ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നേരത്തെ ഒരു 4 മണിക്ക് തന്നെ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ എടുത്തു കൊടുത്തു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേ ഡൗട്ടായിട്ട് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പ്രീവിയസ് വീഡിയോസൊക്കെ കാണണേ, ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതും കൂടി നമ്മൾ ആ ഒരു പ്രിൻ്റ് മുകളിലാക്കിയിട്ട് ബോക്സിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. കേക്ക് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു.